അങ്ങനെ ജിഹാദിനെ വെളുപ്പിക്കാൻ നോക്കുകയാണോ നിങ്ങൾ ഏറ്റവും സന്തോഷം. എനിക്ക് തന്ന സുഹൃത്തുക്കൾ മറ്റു ഇവിടെ ഇരിപ്പുണ്ട്. ഇത് പ്രത്യേകിച്ച് നമ്മുടെ ആരിഫായി എന്റെ സുഹൃത്ത് രാവിലെ വന്നിട്ട് എല്ലാം വായിക്കേണ്ട പുസ്തകമാണ്. ഈ പുസ്തകം ഗാന്ധിജിയെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗാന്ധിജി പണ്ടേ മുസ്ലിങ്ങളോട് കുറച്ച് അമിത സോഫ്റ്റ് ആണെന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് അല്ലാത്ത ആളെ കോട്ട് ചെയ്യാം. അത് വീര വിനായക് ദാമോദർ സവർക്കറാണ്. വീര സവർക്കർ പേജ് നമ്പർ 85. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വർക്ക് ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 എഴുതുന്നു. നിങ്ങൾ വായിക്കേണ്ട കാര്യമാണ്, ആവേശം എന്ന കാര്യമാണ്. ദ ഗ്രേറ്റ് ആൻഡ് സെയിൻലി അഹമ്മദ് ഷാ എന്ന് പറയുന്ന ഫോട്ടോ എടുത്തു. അദ്ദേഹം വെബ് ഓഫ് ജിഹാദ് നമ്മുടെ നാട്ടിൽ മുഴുവൻ പരത്തിയിരുന്നു. ദ ഗ്രേറ്റ് ആൻഡ് സെയിൻലി അഹമ്മദ് ഷാ ജിഹാദിന്റെ ആ വെബ് ഇന്ത്യയിൽ മുഴുവൻ പരത്തിയിരുന്നു. എന്നിട്ട് ആ ജിഹാദിന് സാക്ഷാൽ വീര സവർക്കർ നമ്മുടെ ഹിന്ദുത്വ റൈറ്റ് വിങ്ങിന്റെ ഏറ്റവും വലിയ ഐഡിയോളോഗായ വീര സവർക്കർ കൊടുക്കുന്ന വാക്ക് എന്താ അറിയാം? പുസ്തകത്തിലുണ്ട്, അദ്ദേഹം കൊടുക്കാം. ക്ലിയർലി ദ വെബ് ഓഫ് ജിഹാദ്, ദ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ സമരം. ആ സ്വാതന്ത്ര്യ സമരം ലക്നൌയിലെയും ആഗ്രയിലെയും എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ അഹമ്മദ് ഷാ എന്ന വ്യക്തിക്ക് കഴിഞ്ഞു. അടുത്തത് ആ സീഡ്സ് ഓഫ് ജിഹാദ്, ജിഹാദിന്റെ വിത്തുകൾ പട്നയിൽ അത്ര ആഴത്തിൽ വേരോടി. അത് വിപ്ലവ പാർട്ടികളുടെ ഒരു വലിയ കൂട്ടായ്മയായി. ഓരോ ഇന്ത്യക്കാരനും ഇന്നും കേൾക്കേണ്ടതാ. മൗലവിമാർ, പണ്ഡിറ്റുമാർ, സെമീൻദാർമാർ, ഫാർമേഴ്സ്, മെർച്ചന്റ്, വക്കീൽ, വിദ്യാർത്ഥികൾ, എല്ലാ ജാതിയും ക്രീഡും വേർ റെഡി ടു ഗിവ് ദെയർ ലൈഫ് ഫോർ ദി സേക്ക് ഓഫ് സ്വദേശ് ആൻഡ് സ്വധർമ്മ. സ്വരാജ്യത്തിന് വേണ്ടിയും സ്വധർമ്മത്തിന് വേണ്ടിയും അങ്ങനെ മരിക്കാൻ ആ ജിഹാദിൽ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ഇവരെല്ലാം ഒരുമിച്ച് ചേരാൻ തയ്യാറായി. പറയുന്നത് മുസ്ലിങ്ങളോട് എന്നും സോഫ്റ്റ് കോർണർ എക്സ്ട്രാ കാണിച്ചു എന്ന് ആൾക്കാർ ആരോപിക്കുന്ന മഹാത്മാഗാന്ധി അല്ല, സാക്ഷാൽ വീര സവർക്കർ. പേജ് നമ്പർ 87 അദ്ദേഹം പറയുന്നു ആ കൂട്ടായ്മയിൽ എല്ലാവരും ചെയ്യുന്നത് ഗംഗാജലവും തുളസിയുമാണ് ഹിന്ദുക്കൾ ശബ്ദം ചെയ്യുന്നത്, മുസ്ലിങ്ങൾ ഖുറാനെ കയ്യിലെടുത്ത് ശബ്ദം ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറയുന്നു ചരിത്രത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, നമ്മുടെ നാട് ഒന്നിച്ച് നിൽക്കേണ്ട ആവശ്യമാണ്. എന്നിട്ട് പേജ് നമ്പർ 82 ആണ് ഏറ്റവും മനോഹരമായി തോന്നിയത്. ആ പാട്രിയോട്ട്, ആ രാജ്യസ്നേഹി അഹമ്മദ് ഷാ, മൗലവി അഹമ്മദ് ഷാ, അതായത് വിശ്വാസമില്ലാത്ത മുസ്ലിം ഒന്നുമല്ല, പരിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്ന മൗലവിയായ ആ പാട്രിയോട്ട് മൗലവി അഹമ്മദ് ഷാ, അദ്ദേഹത്തിന്റെ പവിത്രമായ നാമം ഹിന്ദുസ്ഥാൻ ഇന്ത്യക്ക് മുഴുവൻ ഒരു ഹാലോ തീർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ കൂടുതൽ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് ഞാൻ വരുന്ന വഴി പറയാം. ഇനി അടുത്തത് ശ്രീ ആരിഫ് പറഞ്ഞ ഏറ്റവും എനിക്ക് കൗതുകം ആരിഫൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരിക്കും. കാരണം ഒന്നാമത് ഗാന്ധിജിനെ പറയുമ്പോൾ ഇയാളെ മാത്രമല്ല രവി അടക്കം നേരെ തള്ളാറുണ്ട് ഗാന്ധിജി. അത് പിന്നെ ഗാന്ധിജി എന്ത് ചെയ്യാറുള്ള പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ അല്ല, പിന്നെ അത് സൂചിപ്പിക്കാൻ വേണ്ടി പറയാറുണ്ട്. പക്ഷെ ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ഏറ്റവും തലമുയർന്ന നേതാവായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു പിന്നെന്താ പറയാ സ്ഥാപക നേതാവായി അറിയപ്പെടുന്ന സവർക്കറിന്റെ അടുത്ത് തന്നെ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഒരു ജിഹാദാണ് അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു പോരാട്ടമാണ് എന്നുള്ള നിലക്കുള്ള ഒരു കോട്ട് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ ശരിക്കും ഒന്ന് പതറിയത്. പിന്നെ അത് തൊട്ടിട്ടേ ഇല്ല. 2 തവണ ഉദ്ധരിച്ചു രാഹുൽജി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സവർക്കറെ തൊട്ടാൽ ശമ്പളം മുടങ്ങും, സവർക്കറെ തൊട്ടാൽ പണിപാളി. പിന്നെ വേറെ പണിക്ക് പോണ്ടി വരും. സവർക്കറിന്റെ ഈ പുസ്തകത്തിനകത്ത് സവർക്കർ സ്ഥാപിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ചിതറിക്കടന്ന ഈ രാജ്യങ്ങളെല്ലാം ഒന്നാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന 1857 ശിപ്പായ് ലഹളയാണ്. ആ ശിപ്പായ് ലഹളയില് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് മുസ്ലിങ്ങളുടെ ജിഹാദാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ യൂണിറ്റി ആയിട്ട് നമുക്ക് നിൽക്കണം എന്ന് പറഞ്ഞ ഒരു ആഗ്രഹം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ജിഹാദ് എന്ന് വെച്ചാൽ ഈ ആയത്തുകളുടെ പ്രസൻസ് ആണ് യഥാർത്ഥത്തിൽ ഇന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ഫോം ചെയ്യാനുള്ള കാരണം എന്നുള്ള നിലയിലാണ് 4-5 സ്ഥലത്ത് ഈ സവർക്കർ ഈ വിഷയത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പൊളിറ്റിക്കൽ ജിഹാദ് കൊണ്ടുള്ള ഗുണങ്ങൾ അങ്ങനെ അവര് പ്രീച്ച് ചെയ്യാൻ വേണ്ടി ഒരു സീക്രട്ട് ഓർഗനൈസേഷൻ എന്ത് ചെയ്തു, അന്നത്തെ മുസ്ലിം ഹിന്ദു നേതാക്കന്മാർ ഒരു സീക്രട്ട് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ട് ആ സീക്രട്ട് ഓർഗനൈസേഷൻ ഫണ്ട് രൂപീകരിച്ച് മൗലവിമാരെയും സന്യാസിമാരെയും എല്ലാം എന്ത് ചെയ്തു ജനങ്ങളുടെ ഇടയിലേക്ക്. കാരണം ഇത് രഹസ്യ മൂവ്മെന്റ് ആണ്. 1757 പ്ലാസി യുദ്ധത്തില് ആണല്ലോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ പിടിമുറുക്കുന്നത്. അപ്പൊ തികച്ചും ഒരു 100 വർഷം തികയുമ്പോൾ 1857 തിരിച്ച് നമ്മളൊരു എഫേർട്ട് നടത്തുകയാണ്. അപ്പൊ അത് വളരെ രഹസ്യമായി ഒറ്റ സമയത്ത് തന്നെ എല്ലാ സ്ഥലത്തു നിന്നും പ്രശ്നം ഇവർക്ക് നേരെ ഉണ്ടാവണം. അതിനുവേണ്ടി വർഷങ്ങൾ നീണ്ട രഹസ്യമായ മൂവ്മെന്റുകൾ. അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പ്രചരിപ്പിക്കുന്നത് നമ്മൾ ഈ ജിഹാദ് നടത്തുന്ന വലിയ പ്രശ്നമുണ്ടായി ബാക്കിയുള്ളവർ ഒറ്റപ്പെടുത്തുമെന്നാണെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ അന്നത്തെ മുസ്ലിം പണ്ഡിതന്മാര് ഹിന്ദുക്കളും കൂടെ ചേർന്ന് ആണ് ഈ പറഞ്ഞ മൂവ്മെന്റ് നടത്തുന്നതും. അതിനുശേഷം നിലവിൽ വരേണ്ടത് ഈ 2 കൂട്ടരും അവരുടെ സ്വധർമ്മവും സ്വരാജ്യവും സംരക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിൽ, എന്നിട്ട് നമുക്കൊരു യുണൈറ്റഡ് ഇന്ത്യ ഹിന്ദുക്കളും മുഹമ്മദൻ മുസ്ലിം കൂടെ ചേർന്ന് ഉണ്ടാക്കണം എന്നുള്ള നിലയിലാണ്. ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ചെയ്തിട്ട് സവർക്കർ ഇതിനകത്ത് എഴുതുന്നുണ്ട്. അതിനകത്ത് പൊളിറ്റിക്കൽ ജിഹാദിന്റെ എഫക്റ്റും കാര്യങ്ങളും ഒക്കെ ഇദ്ദേഹം എഴുതുന്നുണ്ട്. സീക്രട്ട് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ചാപ്റ്റർ ഉള്ളത്. അതിനകത്ത് 1-2 സെന്റൻസ്. അപ്പം ഇതിനകത്ത് ഈ മുമ്പുണ്ടായിരുന്ന ഹിന്ദു മുസ്ലിം ഇഷ്യൂസ് ഒക്കെ തന്നെ അതൊക്കെ പാസ്റ്റ് ആണ്, ഇനി നമ്മൾ പുതിയ ഒരു നേഷൻ ബിൽഡപ്പിന് വേണ്ടിയുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് എഴുതുന്നത്. പക്ഷെ ഈ സവർക്കർ ഇത് എഴുതുന്നത് 1908
ഈ 1908 വരെ ഇത് അന്ന് 24 വയസ്സേ ഉള്ളൂ, നല്ല രൂപത്തിലാണ് പോകുന്നത്. അതിനുശേഷം 1911 ഈ ആൻഡമാൻ ജയിലിലേക്ക് പോകുന്നത്. പിന്നീടാണ് 6 മേഴ്സി പെറ്റീഷൻസ്, ക്ഷമാപണമൊക്കെ എഴുതിക്കൊണ്ട് ഇനി ബ്രിട്ടീഷിന് ലോയലായിട്ട് നിൽക്കാം, മറ്റേതൊക്കെ എന്റെ ചെറുപ്പത്തിൽ പറ്റിപ്പോയ തെറ്റാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ പറയുകയും പിന്നീട് കൃത്യമായിട്ടൊരു എമൗണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ശിഷ്ടകാലം ജീവിക്കുന്നത്. ബ്രിട്ടീഷിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതിനുശേഷമാണ് നമുക്ക് യുണൈറ്റഡ് ആവാൻ പറ്റൂല, കാരണം പണ്ടത്തെ പഴയ ശിവജി അതേപോലെ തന്നെ മുഗൾ പോരാട്ടമൊക്കെ ഇതടക്കൊന്ന് പാസ്റ്റാക്കി വിഴുങ്ങി 1857 മഹത്തീകരിച്ച് എഴുതിയ ആള് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും എന്ത് ചെയ്യാണ്, ഇത് പൊടിതട്ടി എടുത്ത്. കാരണം സ്പ്ലിറ്റ് നമുക്ക് അങ്ങനെയാണല്ലോ, സ്പ്ലിറ്റ് ഉണ്ടാക്കണമെങ്കിലും നമ്മുടെ കയ്യിൽ സാധനമുണ്ട്, ഐക്യപ്പെടണമെങ്കിലും സാധനമുണ്ട്. ഇത് ഏത് സമയത്ത് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഭിന്നിച്ചു പോകാനും നമുക്ക് വകുപ്പുകളുണ്ട്, ഐക്യപ്പെട്ടു പോകാനും വകുപ്പുകളുണ്ട്. ഐക്യപ്പെട്ടു പോകേണ്ട സമയത്ത് ഐക്യപ്പെട്ടു പോയി. ഭിന്നിക്കാനുള്ള ഫണ്ട് മേടിച്ച് പണിയെടുത്തപ്പോ സ്വാഭാവികമായിട്ടും അതിന്റെ പണിയെടുത്തു. അല്ല, അത് ഈസക്ക ഈ പറഞ്ഞ കാര്യം ആരിഫിന് അറിയാത്തോണ്ടാണ്. ആരിഫിന് ഇത് അറിയായിരുന്നെങ്കിൽ ആരിഫ് അത് പറയുമായിരുന്നു. കാരണം പൈസ കിട്ടിയതിന് ശേഷം സവർക്കർ ഭിന്നിപ്പിക്കാൻ നോക്കിയല്ലോ, അതേപോലെ തന്നെയാണ് ആരിഫും ചെയ്യുന്നത്. അപ്പോ ഇത് ശരിക്കും ഈ പുസ്തകം കേരള ഗവൺമെന്റ് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച്, അല്ലെങ്കിൽ നല്ല പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ച് ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്ക് ഇത് കൊടുക്കണം. ഇത് വായിച്ചാൽ മനസ്സിലാവും എങ്ങനെയാ ഇന്ത്യ ഉണ്ടാവുന്നത്, എങ്ങനെയാ ഈ 565 സ്റ്റേറ്റുകളുമായിട്ട് കൂടിക്കിടന്നിടത്തൊന്നും നമുക്ക് ഒരു രാജ്യം ഉണ്ടാക്കി ഒരുമിച്ച് പോകണമെന്ന് തീരുമാനിക്കുന്നത്. അതിനുള്ള കോസ് എന്താണ്? അതിനകത്ത് ഈ 3 റിലീജിയന് പങ്കുവഹിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റി പങ്കുവഹിച്ചതെന്ന് വെച്ചാൽ ഡീപ്പായിട്ട് ഈ 2 പേരെ ഹർട്ട് ചെയ്തു എന്നുള്ളതാണ്. ബാക്കി 2 ആളുകളോട് യുണൈറ്റ് ചെയ്തു. എന്നിട്ടാണ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നത്. ഈ ചരിത്രം നമ്മൾ മനസ്സിലാകുമ്പോഴാണ് നമ്മുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം ഉണ്ടായ കാലം മുതൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഇങ്ങനെ നിൽക്കുന്നതാണ്. ഈ പറയപ്പെട്ട 78 വർഷത്തിന് മുമ്പ് ഇങ്ങനെ ഈ കാശ്മീർ മുതൽ കന്യാകുമാരി എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ലല്ലോ. അവിടെയൊക്കെ മൗര്യ സാമ്രാജ്യമായാലും ഗുപ്ത സാമ്രാജ്യമായാലും മുഗൾ സാമ്രാജ്യമായാലും വിജയനഗര സാമ്രാജ്യമായാലും മറാത്ത സാമ്രാജ്യമായാലും ഇവരാരും തന്നെ ഈ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ മൊത്തത്തിൽ ഭരിച്ചിട്ടില്ല. ഇത് 1947 ഒക്ടോബർ 26 കാശ്മീർ വന്ന് ജോയിന്റ് ആവുമ്പോഴാണ് നമ്മൾ ഇന്ന് പറയുന്ന പോലെ ഒറ്റ ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഏറ്റവും വേണ്ടത് ഐക്യവും പരസ്പര വിശ്വാസമാണ്. ആ ഐക്യം രൂപപ്പെട്ട ചരിത്രം നമ്മൾ പഠിക്കട്ടെ. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് നമ്മൾ രൂപപ്പെട്ടത്, പഴയതൊക്കെ നമ്മൾ കളഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ഈ ഇന്ത്യ രൂപീകരണമൊക്കെ നടക്കുന്നത്. അപ്പൊ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരിഫ് ഹുസൈൻ അടക്കം സംഘികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ചെയ്യാൻ പാടില്ലാത്ത തീവ്രവാദ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനമാണ് ഈ ചെയ്തിട്ടുണ്ട്. അല്ലാതെ വെറും ഒരു മതങ്ങൾ തമ്മിലുള്ള ഒരു ചർച്ചയല്ല. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കൂട്ടായിട്ട് പോകുന്നത് ഇതിന്റെ ഇടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കിക്കൊണ്ട് പൂർണ്ണ അർത്ഥത്തിൽ ഇവരെ എന്ത് ചെയ്യുക, ഹിന്ദുവിനെ മുസ്ലിമിനെ തമ്മിൽ തെറ്റിക്കുക, ക്രിസ്ത്യാനികളെ തമ്മിൽ തെറ്റിക്കുക. ഈ രൂപത്തിൽ ശരിക്കും ദേശവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്ന ആളാണ് ഈ പറഞ്ഞ ആരിഫ് ഹുസൈൻ. ഇത് എന്ന് മാത്രമല്ല, ആ ഒരു മൂവ്മെന്റ് 1857 നടന്നു. അതിനുശേഷം ഹിന്ദു മഹാസഭയൊക്കെ ഉണ്ടാക്കി വേറൊരു രൂപത്തിൽ പോകുന്നുണ്ടെങ്കിലും അതിനുശേഷം സുഭാഷ് ചന്ദ്രബോസ് INA രൂപീകരിക്കുന്ന സമയത്ത് മുസ്ലിങ്ങളെയും അതേപോലെ ഹിന്ദുക്കളെയും എല്ലാം ജോയിന്റ് ആക്കിക്കൊണ്ടാണ് മൂവ്മെന്റ് നടത്തുന്നത്. മുസ്ലിങ്ങൾ ആ സമയത്തും അവർ അന്ന് ഓതിയത് ഈ ജിഹാദിന്റെ ആയത്താണ്. കാരണം അവരുടെ മതം സംരക്ഷിക്കാൻ അവർക്ക് എന്ത് ചെയ്യണം, സ്വതന്ത്രമായ അവരുടെ രാജ്യം വേണം. ഈ 2 ആളുകളെയും ജോയിന്റ് ആക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, സൈന്യം രൂപീകരിക്കുന്നു. അത് ആ സമയത്ത് ക്രിസ്ത്യൻ ആളുകളും പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ അവര് മൂവ്മെന്റുകൾ റെഡിയാക്കുന്നു, ജപ്പാനുമായിട്ട് കൂടുന്നു, ചൈന ഹിറ്റ്ലറിനടുക്കെ പോകുന്നു, പലതരത്തിൽ ചെയ്യുന്നു. ഈ സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ ഈ പറയപ്പെട്ട കാലഘട്ടത്തിൽ അഥവാ ആ പാർട്ടീഷന്റെ സമയത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ വലിയ കലാപങ്ങൾ ഉണ്ടാകില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മിലിറ്റന്റ് ഫോഴ്സ് അവരുണ്ടായിരുന്നു. നേരെ മറിച്ച് ഈ കോൺഗ്രസിന്റെ കയ്യിൽ അങ്ങനെ ഒരു ഈ പറഞ്ഞ മിലിറ്റന്റ് ഫോഴ്സ് ഒന്നുമില്ല. കോൺഗ്രസ് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് അത് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. നേരെ മറിച്ച് ഈ പറഞ്ഞ 1857 ശേഷം ഐക്യപ്പെട്ടു പോയടത്തൊന്നും ഈ പറഞ്ഞ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പോളിസി വെച്ചിട്ട് ബ്രിട്ടൻ അപ്ലൈ ചെയ്ത് അതിനുവേണ്ടി ചില ആളുകൾ, നമ്മൾ ഈ പറഞ്ഞ ക്രിസ്ത്യൻസും മുസ്ലിംസും എല്ലാം ഫോറിനേഴ്സ് ആണ്, അവരെ നമ്മുടെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, നമ്മൾ ആണ് ഏറ്റവും ഡോമിനേറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോവുകയും വിഭാഗീയത രൂക്ഷമായി പോവുകയും ചെയ്തതാണ്. ആ സമയത്തും ഈ പറഞ്ഞ ഹിന്ദു മഹാസഭയെ വളരെ ശക്തമായി എതിർത്തുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് ഉള്ളത്, ഭയങ്കര ശക്തമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു മിലിറ്റന്റ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു, ആർമി ഉണ്ടായിരുന്നു. പക്ഷെ ഈ ആർമി എന്ത് ചെയ്തു, ബ്രിട്ടനുമായിട്ടുള്ള ഫൈറ്റിംഗിൽ ഇല്ലാതായി പോയി. അദ്ദേഹത്തിന്റെ മരണം തന്നെ ദുരൂഹമായ സാഹചര്യത്തിലായി. അങ്ങനെ ഒരു ഹിന്ദു മഹാസഭയൊക്കെ രൂപീകരിച്ച ഒരു ഹിന്ദു മിലിറ്റന്റ് സംവിധാനത്തിന് എതിരായിക്കൊണ്ട് ഒരു സെക്യുലർ ആയിട്ടുള്ള ഇവിടുത്തെ
മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടങ്ങുന്ന ഒരു ഇന്ത്യയുടെ ഒരു തനി രൂപത്തിൽ തന്നെയുള്ള ഒരു മിലിറ്ററി ഫോഴ്സ്, ഒരു മിലിറ്റന്റ് മൂവ്മെന്റ്, ഒരു മിലിഷ്യ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ ഹിന്ദു മഹാസഭ അല്ലെങ്കിൽ പിന്നീട് നടന്ന പാർട്ടീഷൻ സമയത്ത് നടന്ന വലിയൊരു കലാപം അവിടെ ഇല്ലാതായി പോകാൻ. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു കലാപം ഒരു പാർട്ടി നടത്തിയപ്പോൾ ഇപ്പുറത്തുള്ള ആളുകളും ഒട്ടും ഓർഗനൈസ്ഡ് ആകാതെ വാരിക്കോരി അവർ പഠിച്ചു, നിയന്ത്രിക്കാൻ പറ്റാതായി പോയി. നേരെ കുറച്ച് ഇപ്പുറത്തും മിലിറ്റന്റ് ആയിട്ടുള്ള വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ലീഡർഷിപ്പിൽ ഒരു സെക്യുലർ ആയിട്ടൊരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ കലാപമേ ഉണ്ടാവില്ലായിരുന്നു എന്നാണ് നമുക്ക് ആ ചരിത്രം വായിച്ചാൽ മനസ്സിലാകും. അതിനുശേഷം ഇനിയിപ്പോ അത് കഴിഞ്ഞ് അതിന് മുമ്പത്തെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോർച്ചുഗീസിനെതിരെ സമരം നടത്തുമ്പോഴും ഇവിടെ ജിഹാദിന് ആഹ്വാനം ചെയ്തുകൊണ്ട് മുസ്ലിം സൈന്യവും നായര് പടയും കൂടെ ചേർന്നിട്ടാണല്ലോ ചാലിയം ഫോർട്ടിലൊക്കെ പിടിച്ചെടുക്കുന്നത്. അപ്പൊ ഈ ജിഹാദിന് ആഹ്വാനം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ റിലീജിയന് പ്രശ്നം, നമ്മുടെ സ്വധർമ്മത്തിന് പ്രശ്നം വരുമ്പോൾ നമുക്ക് അവിടെ സ്വരാജ്യം സംരക്ഷിക്കേണ്ടി വരും. ആ സ്വരാജ്യം സംരക്ഷിക്കുമ്പോൾ അവിടെ കൂടെ വേറൊരാൾ, ഇപ്പൊ നമ്മൾ മാത്രമുള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ മാത്രമുള്ള ഒരു ശരീരത്തിന് വേണ്ടിയായിരിക്കും ബാധിക്കുക. നേരെ മറിച്ച് നമ്മൾ വേറൊരു ടീമും കൂടെ, വേറൊരു മതസ്ഥരായിട്ടുള്ള ആളുകൾ ജോയിന്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ രണ്ടാളുകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാകുക. ഇതാണ് ഇന്ത്യയിൽ നിന്നും നമുക്ക് കിട്ടുന്ന വ്യക്തമായ ചരിത്രം. അതിന് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ നടന്ന ഈ ചരിത്രം മുന്നിൽ നിൽക്കുകയാണ്. അവിടെയാണ് ഒരു ആയത്തെടുത്തിട്ട് വിശദീകരണം ഇവ കൊടുക്കുക പുതിയത്. മനസ്സിലായോ? ഇവിടെ ഇന്റർനാഷണൽ കോൺഗ്രസ് വന്നു, മുസ്ലിങ്ങൾ സഹകരിച്ചു. ഇവിടെ 1857 ഇത് നടന്നു, മുസ്ലിങ്ങൾ ജോയിന്റ് ആയിട്ട് ചെയ്തു. INA രൂപീകരിച്ച് സെക്യുലർ ആയിട്ട് മൂവ്മെന്റ് നടത്താന്ന് പറഞ്ഞു, അപ്പോഴും മൂവ്മെന്റ് ഒരുമിച്ച് നടത്തി. ഇങ്ങനെയുള്ള മുസ്ലിങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ സംശയത്തോടെ നോക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഇവിടെ മുസ്ലിങ്ങൾ എല്ലാ സമയത്തും വളരെ സെക്യുലർ ആയിക്കൊണ്ട് എല്ലാ ആളുകളോടും ജോയിന്റ് ആയിക്കൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവർ പറയട്ടെ, അവരുടെ പുസ്തകങ്ങളിൽ തന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ വളരെ അടുത്ത ബന്ധു എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ ഇതെല്ലാം ഡീറ്റെയിൽ ചെയ്ത് വിശദീകരിക്കുന്നുണ്ട്. അല്ലാതെ ഇവർ കാണുന്ന പോലെ ഇന്നൊരു അന്നും സാധാരണക്കാരല്ല ഈ ഫൈറ്റ് ചെയ്യുന്നത്. ഇതിന് പ്രേരിപ്പിച്ചതും എല്ലാം തന്നെ അന്നത്തെ വലിയ മൗലവിമാരാണ്. ക്യാഷ് കൊടുത്ത്, ഫണ്ട് കൊടുത്ത്, ഈ സീക്രട്ട് ഓർഗനൈസേഷൻ ഫണ്ട് കൊടുത്ത് ജനങ്ങളുടെ ഇടയിൽ രഹസ്യ പ്രബോധനത്തിന് വേണ്ടി അയക്കുന്നത്. എന്നിട്ട് മുസ്ലിങ്ങളെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കും, ഹിന്ദുക്കളെ കൊണ്ട് ഈ ഗംഗാജലം കൊണ്ട് സത്യം ചെയ്യിപ്പിക്കും. ഈ രൂപത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്, വളരെ ജോയിന്റ് ആയിട്ട്. ഇത് ഇന്ത്യയുടെ ചരിത്രം മനസ്സിലാക്കിയാൽ ഈ ആയത്തൊക്കെ, നേരെ മറിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ആയത്തെ ഇല്ലാന്ന് വിചാരിക്കാം. ഇവർ ഈ പറഞ്ഞ നോർമറ്റീവ് എത്തിക്സ് എന്ന് വിചാരിച്ച ലോകത്തിൽ നിന്ന് എടുക്കുന്ന ഈ അറിവ്, വഹീന്റെ അറിവല്ല, നോർമറ്റീവ് എത്തിക്സിൽ നിന്ന് നമ്മൾ എടുത്താൽ നമ്മൾ എന്താ ചെയ്യുക? ശത്രുക്കൾ ആക്രമിക്കാൻ വന്ന നമ്മൾ അവരുമായിട്ട് കരാറുണ്ടാക്കും, കരാറ് പാലിച്ചില്ല, വീണ്ടും ആക്രമിച്ചാൽ എന്ത് ചെയ്യും? യുദ്ധം ചെയ്യും.